നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ 182 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും കൃത്യമായി വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് 2027 ഡിസംബറോടുകൂടിയായിരിക്കും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. ജൻസിയെ ഇറക്കി ഗുജറാത്തിൽ കോൺഗ്രസ് പരിവർത്തനത്തിന് ലക്ഷ്യമിടുമ്പോൾ 30-നും 40-നും ഇടയിൽ പ്രായമുള്ള നിരവധി സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം വാശി പിടിക്കുന്നത്. പക്ഷേ ഇത് പ്രായോഗികമാണോ? കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂർ പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെയാണ്. സ്ഥിരമായി കണ്ടുമടുത്ത മുഖങ്ങളല്ല, പുതുമുഖങ്ങൾ, പ്രത്യേകിച്ചും ജൻസി പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് ഗുജറാത്തിൽ നഗരഹൃദയങ്ങളിൽ വരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലുള്ളവർ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് 2017 നടന്നതിൻ്റെ തനി ആവർത്തനം. അന്ന് ഗ്രാമീണ മേഖലകളിൽ സർവാധിപത്യം കോൺഗ്രസിനുണ്ടായിരുന്നു. 77 സീറ്റുകളിൽ 72 സീറ്റുകളും ഗ്രാമീണ മേഖലയിൽ നിന്നായിരുന്നു. ഗ്രാമീണ മേഖലയിലുള്ള 90 സീറ്റുകളിൽ 72 സീറ്റുകൾ കോൺഗ്രസ് ആണ് നേടിയെടുത്തത്. കേവലം 18 സീറ്റുകൾ മാത്രമാണ് അന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് ബാക്കിയുള്ള അവശേഷിക്കുന്ന 92 നഗരഹൃദയങ്ങളിലെ മണ്ഡലങ്ങൾ, അതിനകത്ത് അഹമ്മദാബാദും ഗാന്ധിനഗറും സൂററ്റും അതുപോലെ തന്നെ ആനന്ദ് തുടങ്ങിയ മേഖലകളാണ്, വഡോദര ഉൾപ്പെടെയുള്ള മേഖലകളാണ്. ഈ നഗരഹൃദയങ്ങളിലെ വോട്ട് ഷെയറാണ് BJPയെ എക്കാലത്തും വിജയിപ്പിച്ചെടുക്കുന്ന ഘടകം. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ നഗരഹൃദയങ്ങളിലെ വോട്ട് മേഖല പരിശോധിച്ചാൽ മനസ്സിലാകും BJPക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടുന്നത്. 55 മുതൽ 60% വരെ വോട്ട് ഷെയർ കോൺഗ്രസിന് മേൽ BJP നേടിയെടുത്താണ് നഗരഹൃദയങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ 2022 ഒഴിച്ചാൽ ബാക്കി എല്ലാ തവണയും രണ്ട് പാർട്ടികളും തമ്മിലുള്ള വോട്ട് ഷെയറിന്റെ വ്യത്യാസം കേവലം 3%, 4% വോട്ട് ഷെയർ മാത്രമാണ്. അതായത് കോൺഗ്രസിന്റെ ബേസ് റൂട്ട് ഒരിക്കലും നശിച്ചിട്ടില്ല ഗുജറാത്തിൽ. നമ്മൾ ഈ മറ്റ് പാർട്ടികളൊക്കെ കോൺഗ്രസിനെ കളിയാക്കുമല്ലോ, CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെ കളിയാക്കുമല്ലോ, നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ട ഗുജറാത്തിൽ ഇന്നേ വരെ തിരിച്ചു വരാൻ കഴിഞ്ഞോ എന്നുള്ളത്. എന്നാൽ നോക്കൂ, കോൺഗ്രസ് ഇപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ CPIM നശിച്ച നാമാവശേഷമായ സംസ്ഥാനങ്ങളിൽ ഒരു മരുന്നിന് പോലും അവർക്ക് MLA-മാരോ MP-മാരോ ഒന്നുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അത് കോൺഗ്രസ് നേതൃത്വത്തിന് 2022 മാത്രമേ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരു സമയങ്ങളിലും അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. തീർച്ചയായും 2022 നടന്ന പോലെയല്ല ആം ആദ്മിയുടെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്നു. തീർച്ചയായും അത് കോൺഗ്രസിന് ഗുണകരമായിരിക്കും.